നമസ്കാരം കൊണ്ടുവരെ രാജേഷ് കുമാറാണ്. വീഡിയോ സ്കിപ്പ് ചെയ്ത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾ ഏത് ജില്ലയിലുള്ളതും ഏത് രാജ്യത്തുള്ളവരായാലും ശരി തന്നെ നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് വന്നേ തീരൂ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ പത്മനാഭസ്വാമിയെ കാണാനാണെങ്കിലും ആറ്റാലമ്മയെ കാണാനാണെങ്കിലും ഭീമാപ്പള്ളി പോകാനാണെങ്കിലും വെട്ടുകാട് പോകാനാണെങ്കിലും സെക്രട്ടേറിയറ്റിൽ പോകാനാണെങ്കിലും എവിടെ പോകാനാണെങ്കിലും നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് വരേണ്ട ആവശ്യമുണ്ട്. ചിലപ്പോൾ ഒരു ദിവസത്തെ കാര്യമായിരിക്കും, ചിലപ്പോൾ 2 ദിവസത്തെ കാര്യമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് ആരെയും പരിചയമില്ല. പരിചയമുള്ളത്, അപ്പോൾ ഞാൻ ഒരു ചേച്ചിയുടെ നമ്പർ തരാം. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. നിങ്ങൾക്കൊരു അന്നത്തെ ദിവസമാണെങ്കിൽ ഫ്രഷായി നിങ്ങൾക്ക് പോവാം. സ്റ്റേ വേണമെങ്കിൽ സ്റ്റേ ചെയ്യാം. ഈ ലോഡ്ജ് ഫീലിംഗ് ഒന്നും ഉണ്ടാവത്തില്ല. വീട് പോലത്തെ ഒരു ഫീലിംഗാണ് ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് പല ജില്ലയിലുള്ള ആൾക്കാർക്ക് തിരുവനന്തപുരത്ത് ആരെയും പരിചയമില്ല, എവിടെ സ്റ്റേ ചെയ്യും, അങ്ങനെ ഭയങ്കര കൺഫ്യൂഷനാണ്. ഇത് നമ്മളൊരു ചേച്ചിയുടെ ഒരു ഹോസ്റ്റലായിട്ട് നടത്തുന്ന ഒരു സ്ഥാപനമാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. നമ്മളെ കയ്യിൽ എമൗണ്ട് കുറവാണ്. ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ 200 രൂപയുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഫ്രഷായി പോകണമെങ്കിൽ ഒരു 100 രൂപ. ഇനിയിപ്പോൾ നിങ്ങളതിൽ ക്യാഷ് ഇല്ല, ചേച്ചി എൻ്റെ ക്യാഷ് ഇല്ല, എനിക്കൊന്ന് ഫ്രഷായി പോകണമെന്ന് പറഞ്ഞാലും പുള്ളിക്കാരി സമ്മതിക്കും. നല്ല മനുഷ്യത്വമുള്ള ഒരു ലേഡിയാണ്, എനിക്കറിയാം പേഴ്സണലായിട്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പം ഒരു മാസത്തെ പ്രോഗ്രാം ആണെങ്കിൽ നിങ്ങൾക്ക് വെറും 3000 രൂപ കൊടുക്കുകയാണെങ്കിൽ ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് അവിടെ താമസിക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. പിന്നെ ഫുഡ് വേണമെങ്കിലും അതും അവിടെ അവൈലബിൾ ആണ്. ആ ചേച്ചി കോൺടാക്ട് ചെയ്താൽ മതി. നല്ലൊരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾ ഏത് ജില്ലയിലുള്ളവർ തിരുവനന്തപുരത്തുനിന്ന് ആരെയും നിങ്ങൾക്ക് പരിചയമില്ല, വിഷമിക്കണ്ട. ആ നമ്പറിൽ വിളിക്കുക. നിങ്ങൾക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യം, സ്വന്തം വീട് പോലെ ഉള്ള ഒരു ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കേണ്ട. തിരുവനന്തപുരത്ത് അവരെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. വേറെ ഇപ്പം നമുക്കിപ്പോൾ വേറെ ജില്ലകളിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല, ഹോട്ടലിലൊക്കെ ഞാൻ ഗുരുവായൂരൊക്കെ പോകുന്ന സമയത്ത് 1000 രൂപ മിനിമം, 1500 രൂപ മിനിമം. അപ്പോൾ നമുക്കാരും പരിചയമില്ലല്ലോ. അപ്പോൾ തിരുവനന്തപുരത്ത് വരുന്നവരാരും ഇതിനു വേണ്ടി കഷ്ടപ്പെടരുത്, അതിന് ഇഷ്ടമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി. ഇപ്പം സപ്പോസ് നിങ്ങളൊരു കാശില്ല, ചേച്ചി ഒന്ന് ഫ്രഷ് ആവണം, എനിക്കൊന്ന് ഇൻ്റർവ്യൂ ഉണ്ട്, ചെയ്തു. അവർ സമ്മതിക്കും. നല്ല മനുഷ്യത്തുള്ള ഒരു സ്ത്രീയാണ്. എനിക്ക് പേഴ്സണലായിട്ട് അവരെ അറിയാം. ഞാൻ അവരെ നമ്പരും കൂടെ, മൊബൈൽ നമ്പരും കൂടെ ഞാൻ കൊടുത്തേക്കാം. ഹരിത എന്നാണ് പേര്. അപ്പോൾ നിങ്ങൾ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി നിങ്ങൾക്ക് ഇവിടെ ഒരാളുണ്ട്, നിങ്ങളൊന്നും ടെൻഷൻ അടിക്കണ്ട. പിന്നെ ഇതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. അടുത്ത് തന്നെ തിയേറ്ററുണ്ട്, ബാർ സൗകര്യം, എല്ലാ കാര്യങ്ങളും അടുത്തടുത്ത് തന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞതാണ്, അത് ഓരോരുത്തരുടെ അഭിരുചി പോലെ. മെൻസ് മാത്രം. അതിപ്പോൾ നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ ആ ചേച്ചിയുടെ നമ്പർ, ഞാൻ മൊബൈൽ നമ്പർ കൊടുത്തേക്കാം. ഓക്കെ. അപ്പോൾ നിങ്ങളിപ്പോൾ സപ്പോസ് നിങ്ങളിപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നു, ഒന്ന് ഫ്രഷ് ആവണം. അവിടെ ഫ്രഷായിട്ട് നടക്കാനുള്ള ദൂരമുള്ളൂ. ഇല്ലെങ്കിൽ 30 രൂപ ആട്ടയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ കൊണ്ടാകും.